ആകുരിശരണം ഇന്നത്തെ ദിവസം അടുത്ത വീഡിയോ ചെയ്യുന്നത്. കുറേ ആൾക്കാർക്കുള്ള അനുഭവവും സംശയമാണ് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച്. അത് വിവിധ മേഖലകളിൽ, അത് താഴെ തട്ടിൽ നിന്നോ മേൽത്തട്ടിൽ നിന്നോ ഉള്ളതില്ല, എല്ലാ രംഗങ്ങളിലും ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അത് ബ്ലാക്ക് മാജിക് ശരിക്കും ഉള്ളതാണോ, മനസ്സിൻ്റെ തോന്നലുകളാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരവില്ല. പക്ഷേ അതിന് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ പലരിലും വരുന്നുണ്ട്. ബ്ലാക്ക് മാജിക് ശാരീരികവും മാനസികവും സാമ്പത്തികവും കുടുംബപരവുമായ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച താഴ്ചകൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിന് ബ്ലാക്ക് മാജിക്കിനൊരു ഉത്തമ പ്രതിവിധിയാണ് കുരുമുളക്. മനസ്സിലായി? ഈ കുരുമുളക് നമ്മൾ ഉഴിഞ്ഞ് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത് ഒക്കെ ബ്ലാക്ക് മാജിക്കിന് ഉത്തമ പ്രതിവിധിയാണ്. പക്ഷേ ഈ കുരുമുളക് ആ ബ്ലാക്ക് മാജിക് ഏറ്റ ആൾ തന്നെ ഉഴിയുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരും. പക്ഷേ അതിന് ടൈം പിടിക്കും. ഇതിന് പിന്നെ പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ഇത് ചെയ്യുന്നവർ, അവർ ചെയ്യുന്ന പരിഹാരങ്ങൾ അങ്ങനെ ചെയ്തു പോവുക കേട്ടോ. അതും ഇത് അഡീഷണലായിട്ട് പറയുന്നതാണ്. ഇതിൽ പൂർണ്ണമായിട്ട് ആരും വിശ്വസിക്കുകയൊന്നും വേണ്ട. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. അല്ലാതെ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അതും കൂടി ഞാൻ പറയാം. അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് ഇത് തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നവർ ഈ 5 എന്നുള്ള നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 എന്താണ് പ്രത്യേകത എന്ന്, നമ്മുടെ പഞ്ചകോശ ശരീരമാണ്. 5 ഇന്ദ്രിയങ്ങളാണ്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പഞ്ചഭൂതങ്ങളാലുള്ള ശരീരമാണ്. അതുകൂടാണ്ട് പഞ്ചകോശ തത്വമാണ് നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. അതാണ് 5-ന് പ്രാധാന്യം. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയാൽ 5 പ്രദക്ഷിണം എടുക്കുക, അങ്ങനെയൊക്കെ. അതാണ് 1 അല്ലെങ്കിൽ 5 പ്രദക്ഷിണം എടുക്കുന്നത് നല്ലതാണ്. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കുരുമുളക് ഇതുപോലെ ഇങ്ങനെയോ വാരി എടുത്തിട്ട് ഒരു പാത്രത്തിൽ എന്തെങ്കിലും വെക്കുക. പാത്രത്തിലല്ല, കവറിൽ. അത് ആർക്ക് ദക്ഷിണ കൊടുക്കുന്നോ, ആ ദക്ഷിണ സമർപ്പിക്കുന്നോ, അത് പാത്രത്തിലാണ് സമർപ്പിച്ചെങ്കിൽ ആ പാത്രം പോലും തിരിച്ചു വാങ്ങിക്കരുത്. അതാണ് ഇതിൻ്റെ ഒരു റൂള്. അപ്പോൾ കവറിൽ വെക്കാം, പ്ലാസ്റ്റിക് കവറിൽ വെക്കാണ്ട് കടലാസിൽ വാഴയില വെച്ചിട്ട് സമർപ്പിക്കും. മനസ്സിലായോ? അതോടൊപ്പം തന്നെ 5 കൈ കൊണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, 5 കൈ എങ്ങനെയാണോ എടുത്തത്, ചില്ലറകൾ, ആ ചില്ലറകൾ എണ്ണാണ്ട് വേണം ശേഖരിക്കാനായിട്ട്. അതുപോലെ അതിൻ്റെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതും എത്രയുണ്ടെന്ന് നോക്കരുത്. കാര്യം ഒരിക്കലും ഇതിൻ്റെ മൂല്യം നമുക്ക് കണക്കാക്കരുതെന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ട് ഏതാരെങ്കിലും ആചാര്യന്മാർക്ക് സമർപ്പിക്കുക. ക്ഷേത്രത്തിൽ വെച്ച് സമർപ്പിച്ചാൽ ആചാര്യന്മാർക്ക് സമർപ്പിച്ചാൽ നല്ലത്. അവർ വാങ്ങിക്കുക മാത്രമല്ല, കയ്യിൽ തന്നെ വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് തലയിൽ തൊട്ട് അനുഗ്രഹിക്കണം. അതുമല്ല, തലയുടെ മുകളിൽ നിന്ന് കാല് വരെ ശരിക്കും ഒഴിയണം. ഞാനിപ്പോൾ ബ്ലസ് ചെയ്യുമ്പോൾ പലരെയും അത് ഇങ്ങനെ ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ബോഡി ടച്ച് ചെയ്ത് ഒഴിയും, അല്ലാത്തവരാണെങ്കിൽ അവരുടെ ഓറയിൽ ഇത് ചെയ്താൽ ഒഴിയാറുണ്ട്. ഒരു 10 വയസ്സ് ആണുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, പെൺകുട്ടികളാണെങ്കിൽ 5, 6, 7 വയസ്സ് വരെ അങ്ങനെ ഒഴിയുള്ളൂ. അല്ലാത്തവരാണെങ്കിൽ അവരുടെ ഓറയെ കൂടി ഞാൻ ഒഴിയാറുണ്ട്. അപ്പോൾ ഞാൻ നേരിട്ട് ബ്ലസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരെയും ബ്ലെസ്സിങ് ചെയ്യാനുള്ള ഇതൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ സേവനം അധികം വാങ്ങിക്കുക. പിന്നെ ഇതിലെനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള കാര്യം, പല കാര്യങ്ങളും ഇന്ന കാര്യമാണ്. ചിലരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പോയി കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ കാണാൻ ആരെങ്കിലും ആചാര്യന്മാരോ ക്ഷേത്രത്തിലെ ജീവനക്കാർ പോലും, ക്ഷേത്രത്തിലെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ദേവൻ്റെ സേവ ചെയ്യുന്നവർ, ചിലപ്പോൾ അവിടെ അടിച്ചുകളിക്കാരായിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ മാരാരായിരിക്കാം, ചിലപ്പോൾ അവിടെ പൂ വെട്ടുന്നവരായിരിക്കാം, ചിലപ്പോൾ അവിടെ പൂജാരികളായിരിക്കാം. വന്നാൽ ആരെയാണോ, പ്രത്യേകിച്ച് ഈ സുഖമില്ലാത്ത ഒരാളെ കാണാൻ വന്നാൽ ആരെയാണോ കാണാൻ വന്ന് ആ ആളെ കൊണ്ട് ഒരു ദക്ഷിണ അവർക്ക് കൊടുപ്പിക്കുക. ഒന്നും ചെയ്യാം, അമ്പലത്തെ അത് ഇത് ചെയ്യുന്നെന്ന് പറയരുത്. ഇത് കൊടുക്കാൻ പറയുക, എപ്പോഴും കൊടുക്കാൻ പറയും. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക. ആ ദേവനോട് നിങ്ങൾ ആ ദേവന് ചെയ്യുന്ന സേവ വെച്ചിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക, ഞങ്ങളെ പ്രാർത്ഥിക്കുക എന്ന് പറയുക. തലയെ കൈവച്ച് അനുഗ്രഹിക്കാണ്ടിരിക്കട്ടെ. പക്ഷേ ആരാണോ ഈ വ്യക്തി സുഖമില്ലാണ്ടിരിക്കുന്ന ഇതുള്ളത്, അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് ആളുടെ കയ്യിൽ കൊടുപ്പിക്കും. അത് ക്ഷേത്രത്തിൽ ഈശ്വരനെ സേവ ചെയ്യുന്ന ആൾക്കാർ. മനസ്സിലായി? അങ്ങനെ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അല്ല ഞാൻ പറയുന്നത്, ക്ഷേത്ര ആ നാലമ്പലത്തിനുള്ളിൽ സേവ ചെയ്യുന്ന ആൾക്കാർ ഇത് ചെയ്യുക. ഇപ്പം ഞാൻ പലയിടത്തും പോകുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഒരു ദക്ഷിണ തരൂ എന്ന് ചോദിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈഗോ സമ്മതിക്കുകയില്ല. എനിക്ക് ഈ ദക്ഷിണ വാങ്ങിക്കുന്നതിനോടൊരു ഇതാണ്. മനസ്സിലായത്? സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. പലരുടെ കാര്യം അത് പിന്നെ പോയി കണ്ടു വന്നിട്ടും ഇതൊക്കെ വരുമ്പോൾ എനിക്ക് മാനസികമായിട്ട് എന്തുകൊണ്ടന്ന് ചോദിക്കാമായിരുന്നല്ലോ, ആ വ്യക്തിയെ കൊണ്ടൊരു ദക്ഷിണ തരിക്കൂ എന്നെനിക്ക് പറയാമായിരുന്നു. പക്ഷേ ഞാനും ഒരു ഈഗോയിസ്റ്റിക് പേഴ്സണായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കാർമ്മികം ക്ഷമിക്കുക.
അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് വന്ന് കണ്ടാൽ ചെറിയ ഇത് മതി, കഴിയാവുന്നതും എണ്ണാണ്ട് കോയിൻ എടുക്കുക. കോയിൻ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്നവരോട് പറയുന്നത്, നിങ്ങൾ എണ്ണാണ്ട് കോയിൻ എടുത്ത് തരിക. തന്നത് എത്രയെന്ന് നിങ്ങൾക്കോ കിട്ടിയത് എത്രയെന്ന് എനിക്കും അറിയില്ല. കാര്യം ഞാനിതൊക്കെ പ്രത്യേകം ശേഖരിച്ചിട്ട് പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. എൻ്റെ മെഡിസിൻ ഉൾപ്പെടെ ഞാൻ ഉപയോഗിക്കും കേട്ടോ. കാര്യം എങ്കിലേ ചില ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുള്ളൂ. ഇപ്പോൾ ഞാൻ ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ ഡയബറ്റിക്കിൻ്റെ ആരംഭമായിട്ടും അത് നല്ല രീതിയിൽ HbA1c ശരിക്കും ഇതായിട്ട് ഇത് വന്നിട്ട് പിന്നെ ബ്ലെസ്സിങ് കിട്ടി അത് കുറഞ്ഞ ആൾക്കാരുമുണ്ട്, ബ്ലെസ്സിങ് വാങ്ങിച്ച് കുറഞ്ഞ ആൾക്കാരുണ്ട്. കാര്യം നമ്മളത് ചെയ്യുമ്പോൾ അവരുടെ ആ കാർമ്മിക എഫക്റ്റ് മാറുകയാണ്. കാർമ്മികം കൊണ്ടായിരിക്കും ഇത് വരുന്നത്. അത് പറയുന്നു. ഇത് ഈ ശത്രുദോഷത്തിന് നല്ലൊരു പരിഹാരമാണ്. അങ്ങനെ ആരെങ്കിലും വാങ്ങിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് പറയുക, എന്നെ മെസ്സേജ് അയയ്ക്കുക, എൻ്റെ പരിഹാരം ഞാൻ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെയും അവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് പറ്റുകയല്ലോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർക്ക് പ്രശ്നമുണ്ട്. അതുപോലെ ഇന്നലെ ശത്രുദോഷത്തിൻ്റെ ഒരു വ്യക്തി, ഈ ശത്രുദോഷം വരുമ്പോൾ ആദ്യം ബാധിക്കുന്നത് വയറിനെയാണ്, മനസ്സിലായി. അപ്പോൾ വയറിനെ ബാധിക്കും, വായുസ്തംഭനം വരും. ഇന്ന് ഞാനൊരു വോയിസ് മെസ്സേജ് സ്റ്റാറ്റസിലിട്ടത് കണ്ടു കാണും. വായുസ്തംഭനം വരും, ദഹന പ്രശ്നം വരും, വയറ്റിൽ നിന്ന് പോകാനായിട്ട് പ്രശ്നം വരും, വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഏമ്പക്കം വിട്ടുകൊണ്ടിരിക്കും. കോട്ടുവ ചിലപ്പോൾ പ്രാരബ്ധമാകാം, ചിലപ്പോൾ അല്ലാണ്ടാകാം. കോട്ടുവ ഇടുന്നു നമ്മൾ ചെയ്യുന്നതിനെല്ലാം തടസ്സം വരുത്തുന്നത് അത് ദശയുടെ ഇതും വെച്ച് വരും. അതുകൂടാണ്ട് മനസ്സിന് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതിന് ഞാൻ ഇന്നലെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത പ്രതിവിധി, അത് എൻ്റെ ഗുരു പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കാല് നമ്മൾ നേരെ നിവർന്ന് കിടക്കുക, മലന്ന് ഒരു പായിൽ ഒരു മാറ്റിൽ കിടക്കുക, കട്ടിലൊന്നും കിടക്കരുത്. അത് കിടന്നിട്ട് കാല് കുറച്ച് അകത്തി വെച്ചിട്ട് കാലിൻ്റെ തള്ളവിരലുകൾ തമ്മിൽ മുട്ടിക്കുക. എന്ന് പറഞ്ഞാൽ കാല് ഭൂമിയിൽ തന്നെ വെച്ചിട്ട് കാലിൻ്റെ തള്ളവിരലുകൾ തമ്മിൽ മുട്ടിക്കുക. ഇങ്ങനെ കാലിങ്ങനെയാണെങ്കിൽ കാലിൻ്റെ തള്ളവിരൽ ഇങ്ങനെ, കാലിങ്ങനെ ഉപ്പൂറ്റി എതിർവശമായിട്ട് ഇങ്ങനെ മുട്ടിക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ പുറകിലോട്ടെടുത്തിട്ട് നേരെ വെച്ചിട്ട് കൈയുടെ ഈ ചെറുവിരലുകൾ മുട്ടിക്കുക. മനസ്സിലായി? ചെറുവിരലുകളുണ്ടല്ലോ, അത് മുകളിലിട്ടിട്ട് ചെറുവിരലുകൾ മുട്ടിക്കുക. ഈ ചെറുവിരലുകൾ മുട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഭയങ്കര വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ വരുമ്പോഴത്തേക്കും ഗ്യാസ്, വയറിൽ അത് അസ്വസ്ഥത, ഇതൊരു യോഗ വിദ്യയാണെന്ന് തോന്നുന്നത്. ഗുരു പറഞ്ഞിട്ടുണ്ട്, എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല, ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് ഇത് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോഴും ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നൊരു കാര്യം. ഇതൊരു നല്ലൊരു എക്സസൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ബോഡിയിൽ നല്ലൊരു വായു ഇതും ഒക്കെ മാറും. ചിലപ്പോൾ കീഴ്വായു ഭയങ്കരമായിട്ട് പോകും. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ചെയ്യും, പക്ഷേ അത് ആരുടെയെങ്കിലും സൂപ്പർവിഷനിൽ വേണം ചെയ്യാനായിട്ട്. വയറിൻ്റെ ഭാഗത്ത് തുണി ഇങ്ങനെ ചുരുട്ടി ഉരുള പോലെ ആക്കിയിട്ട് വെക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് വയറ്റിൽ നിന്ന് ഗ്യാസ് പോകും. അത് പക്ഷേ അഡ്വൈസ് ചെയ്യുന്നില്ല. അത് ആരുടെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുടെ സൂപ്പർവിഷന് വേണം ചെയ്യാനായിട്ട്. ഇത് ശത്രുദോഷത്തിനുള്ള ജനറലായിട്ടുള്ളൊരു പരിഹാരം ഞാൻ പറഞ്ഞു, ബ്ലാക്ക് മാജിക്ക് മാറാനായിട്ട് കേട്ടോ. പരീക്ഷിച്ച് നോക്കുക, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. വിശ്വാസമോ ഫലദായക. വിശ്വാസം ഇല്ലാത്തവർ എന്നാൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട, വെറുതെ കാശ് കളയണ്ട. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ പുണ്യം, ഞാൻ ചെയ്ത ഉപാസനയുടെ ഇത് എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, അവരുടെ കുടുംബാംഗങ്ങളെല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭീഷ്ടം. ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിലും വ്യാപാരത്തിലും ഉത്തരോത്തര അഭിവൃദ്ധി, അതുപോലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, നല്ല ജോലി കിട്ടി, നല്ല സംസ്കാര സമ്പന്നമായിട്ടുള്ള അതാത് കുലാചാരപ്രകാരമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനും, എല്ലാവരുടെയും ജീവിതം സദാ സർവദാ സർവത്ര സുരക്ഷിതമായിരിക്കാനും, ദേവതമാരുടെ ദൈവങ്ങളുടെ, യൂണിവേഴ്സിൻ്റെ, അതുപോലെ പരാശക്തി പരമാത്മാവിൻ്റെ അനുഗ്രഹം സദാ സർവദാ സർവത്ര എല്ലാവരുടെയും ജീവിതത്തിലും കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കാനും, എല്ലാവരുടെയും ജീവിതം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും, പോസിറ്റീവ് തോട്ട്സ് മാറ്റം വരാനും, തന മന ധന മനസാ വാച കർമ്മണ എല്ലാം നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ യൂണിവേഴ്സിൽ എൻ്റെ ഉപദാസനമൂർത്തികളെ, ഗുരുപരമ്പരകളെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.